ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് തമിഴ്നാടൻ സ്റ്റൈൽ മീൻ കറി എങ്ങനെയാണ് വെക്കാമെന്ന് നോക്കാം. അപ്പോൾ വരെ നമുക്ക് വീഡിയോക്കുള്ളിൽ പോകാം കേട്ടോ. അപ്പോൾ അതിന് ഞാനിവിടെ ആദ്യം ഒരു 100 ഗ്രാം ചെറുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി ഉണ്ടെങ്കിൽ എടുത്തോളൂ. പിന്നെ ഞാനിവിടെ ഇപ്പോൾ ജിലേബി മീനാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് പൊട്ടിക്കാം കേട്ടോ. ഉലുവ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ചെറുള്ളി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതവിടെ കുക്കാവുന്ന ടൈമിൽ നമുക്കിവിടെ തേങ്ങ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിന്ന് തേങ്ങ ചിരവുന്നില്ല, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് കട്ട് ചെയ്തതിനോടൊപ്പം തന്നെ ഞാൻ 2 തക്കാളി അറുത്തും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി ആയതുകൊണ്ട് 5 തക്കാളി തേങ്ങൻ്റെ കൂടെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളി നന്നായി വണങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതവിടെ കുക്കാവട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങയും ഒരു 5 ചെറിയ തക്കാളി ഇട്ടിട്ട് ഞാൻ നന്നായി അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ തക്കാളി കുക്കായതിലേക്ക് ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് അതിൻ്റെ പച്ചമണം പോണ വരയ്ക്കും ഒന്ന് കുക്കാക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആവശ്യമായ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങൻ്റെ അരപ്പും കൂടി ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നന്നായി തിളയ്ക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഈ സ്റ്റേജിൽ ലാസ്റ്റ് താളിച്ച് കൊട്ടാനായിട്ട് ഞാനിവിടെ ചെറുള്ളിയും കറിവേപ്പില, വറമുളക് എടുത്തിട്ടുണ്ട്. വറമുളക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ കടുകും പെരിഞ്ചീരകം ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചാറ് നന്നായി തിളച്ച് കുറുകിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നന്നായി തിള വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഒരു പാൻ വെച്ച് നമുക്ക് താളിച്ച് കൊട്ടാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ കടുക് പൊട്ടിയതിന് ശേഷം പെരിഞ്ചീരകം ഇട്ട് പൊട്ടിക്കുക. അതിലേക്ക് വറമുളകും പിന്നെ ചെറുള്ളി, കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരയ്ക്കും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് മീൻ ചാറിൽ ഒഴിച്ച് മൂടി വെക്കാവേ. പിന്നെ സെർവ് ചെയ്യണ സമയത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ.